Hi friends, Taste of Your ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അൻസിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. വീണ്ടും ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറാണ്. അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു മരമാണ് ജാതി. ചിലരൊക്കെ വീട്ടിലുണ്ടാവും, എന്നാലും ചിലർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ജാതി മരം. അപ്പം അതിനകത്ത് ജാതിക്ക നമ്മൾ എടുത്ത് അതിനകത്തൊരു കുരുവുണ്ട്. ആ കുരുവാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന കുരുവും തോട് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തോടെടുത്തിട്ട് നമുക്കൊരു അച്ചാറുണ്ടാക്കാം. അതായത് നമ്മൾ മാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു അച്ചാർ. അപ്പം ഇത് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, കുറച്ച് പേരൊക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ജാതിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജാതിക്കാത്തോട് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് പുറന്തോട് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഈ ജാതിക്കയ്ക്ക് നല്ല കറയുള്ളതുകൊണ്ട് ഇരിക്കും തോറും അതിനൊരു കളർ വ്യത്യാസം വരും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് അച്ചാറിടുന്ന രീതിയിൽ മുറിച്ചെടുക്കാം. ജാതിക്കയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പം പുളിയൊക്കെ ഇഷ്ടമുള്ള അച്ചാർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ഇപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു ഇഞ്ച് വലുപ്പത്തിലാണ്, നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് അച്ചാറിടാം. ഒരിത്തിരി കട്ടിയായിട്ട് തന്നെയാണ് ഞാൻ അരിയുന്നത്. ഈ ഒരു രീതി രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത്രയും കട്ട് ചെയ്താണ് മുറിച്ചെടുക്കുന്നത്. ജാതി ഉള്ളവരൊക്കെ കുറേ പേരൊക്കെ ഇതൊക്കെ അച്ചാറിടുന്നുണ്ടാവും. കുറേ പേരൊക്കെ ഇതിൻ്റെ പുറന്തോട് കളയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കളയാതെ നമുക്കിനി ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നല്ല പുളിയും അതുപോലെ നമ്മുടെ ഇടുന്ന മുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം നല്ല ടേസ്റ്റാണ്. ചില അച്ചാർ ചുമ്മാ ആണെങ്കിലും ജാതിക്ക ഇങ്ങനെ എടുത്തിട്ട് ഉപ്പ് കൂട്ടിയൊക്കെ കഴിക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം നമ്മളതിൻ്റെ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ. ഇനി ഇത് നമുക്കൊന്ന് കഴുകി ഉപ്പ് പുരട്ടി അടച്ച് വെച്ചേക്കണം. ഞാനിപ്പോൾ തലേദിവസം വൈകിട്ടാണ് ഇത് ചെയ്ത് വെക്കുന്നത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഉപ്പ് വെള്ളം ഇറങ്ങിയിട്ട് അതിനകത്ത് ഈ പുളിയും കൂടെ പോകും. അപ്പം നമ്മളത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മളതങ്ങനെ വെച്ചേക്കണം. അപ്പം കഴുകി എടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിക്കകത്ത്. ഞാനതോട്ട് നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കാം. ഒരു ദിവസം മൊത്തം അങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളം ഊറ്റി കളയാം. കാരണം അപ്പോൾ പുളി കുറച്ച് അതിനകത്തൊക്കെ പോവുകയും ചെയ്യും, ആ ജാതിക്കായ കുറച്ച് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വെക്കാം. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെ ഞാനതെടുത്ത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പം അച്ചാറിടുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി അച്ചാറിന് നല്ല ടേസ്റ്റാണ് കൂടുതൽ ചേർക്കും തോറും. പിന്നെ മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടുകും കരിവേപ്പിലയും താളിക്കാൻ വേണ്ടി. പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നതാണ്. അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിനും കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുമാതിരി എന്താ പറയുക, ഒന്ന് നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയിൽ അതിനെ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. നല്ലോണം മൊരിയണം ഇഞ്ചിയും വെളുത്തുള്ളിയും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന ഒരു രീതിയാകുമ്പോൾ നമുക്കതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ മുളക് പൊടിയൊക്കെ ഇടുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ശേഷമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിടുമ്പോൾ അതെല്ലാം മുരിഞ്ഞു പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ജാതിക്കായിൽ ഉപ്പ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാവൂ. ഇനി അതിനകത്ത് നമുക്ക് ജാതിക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. ഇതൊരു 2-3 ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.